തികച്ചും തെറ്റായ രീതിയാണ്. ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ കുറച്ചും കൂടിയൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പറ്റൂല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിക്കും പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ പോത്ത് ബിരിയാണി കഴിക്കുന്നവരും അതുപോലെ കോഴി ബിരിയാണി കഴിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണത്തിൽ മതം കലർത്തുന്ന പരിപാടി നിർത്തുക. അത് ആര് തന്നെയായാലും, ഇനിയിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചാലും ശരി, അത് അവരെ താല്പര്യത്തിന് വിടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ഏതായാലും ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അടുത്ത വർഷം മുതൽ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നു. ഞാൻ നേരത്തെ ചോദിച്ചു, ഈ നോൺ വെജ് ഭക്ഷണം അത് കോഴി ആയിക്കോട്ടെ, കോഴി ബിരിയാണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോത്ത് ബിരിയാണി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇനി പന്നി വറുത്തതായിക്കോട്ടെ, ഇത് എങ്ങനെ നിങ്ങൾ സാധ്യമാക്കും? ഇതിൻ്റെ ഒരു രീതിയിലേക്ക്, ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സൗകര്യമോ ചെലവോ അതല്ലെങ്കിൽ സുരക്ഷയോ അതൊക്കെ നമ്മൾ അവിടെ ഉറപ്പാക്കി എന്ന് തന്നെ കൂട്ടുക. നല്ല മുന്തിയ ഒന്നാം തരം ഇറച്ചി, പോത്തിറച്ചി തന്നെയാണ് നിങ്ങളവിടെ വിളമ്പുന്നതെന്ന് കൂട്ടുക. ആ പോത്തിറച്ചി അത് കുമാരേട്ടൻ്റെ കടയിൽ നിന്നാണെങ്കിൽ, അതല്ലെങ്കിൽ ആ കോഴി ഇറച്ചി നമ്മുടെ ജോസേട്ടൻ്റെ കടയിൽ നിന്നാണെങ്കിൽ ഇവിടെ അത് വിളമ്പാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ പറയുന്ന പുരോഗമനം പറയുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ സഖാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹലാൽ അല്ലാത്ത കോഴിയിറച്ചി നമ്മൾ കഴിക്കൂല എന്നൊരു വാദം ഇവിടെ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കും. നിങ്ങൾ ഹലാൽ മതി എന്ന് തീരുമാനിക്കും. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണെന്ന് പണ്ട് നമ്മളുടെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത നമ്മൾ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റുപാടും. പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ABCD അറിയില്ല എന്നുള്ളത് അന്നത്തെ ആ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നതല്ല, അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പിണറായി വിജയനോ അതുപോലെയുള്ള ആളുകളോ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഹലാൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അത് വേദക്കാരായിട്ടുള്ള ആളുകൾ അറുത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം ആണ് അതിൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ജൂതൻ. അതിൽ ദൈവനാമം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രയോറിറ്റി. എത്ര നല്ല മൃഗമായാലും ശരി, എത്ര നല്ല FSSAIയുടെ ഒക്കെ ഏറ്റവും നല്ല മുന്തിയ ക്വാളിറ്റി അവിടെ നിങ്ങൾ പാസ്സായാലും ശരി, അറുത്തത് കുമാരേട്ടനോ ജോസേട്ടനോ ആണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ കഴിക്കില്ല. കാരണം അത് ഹലാലല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഹലാല് നിശ്ചയിക്കുന്നത് അത് അതിൻ്റെ ക്വാളിറ്റി അല്ല, അത് ആരറുത്തു, അത് ദൈവനാമത്തിലാണോ എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ ഒരു ഇറച്ചി ഇവിടെ ചിലവാവില്ല എന്നുള്ളത് എത്ര സഖാക്കൾ സമ്മതിക്കും? അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഹലാൽ എന്ന് പറയുന്നൊരു വിഷയം അടുത്ത കലോത്സവത്തിൽ ചർച്ചാ വിഷയമാകും. അത് ആക്കാനുള്ളൊരു വഴിയാണ് നമ്മളുടെ അരുൺകുമാർ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഇത് ചർച്ചയാക്കുമ്പോൾ നമ്മളൊക്കെ പ്രതികരിച്ചിരിക്കും, നമ്മളൊക്കെ തുറന്ന് പറഞ്ഞിരിക്കും ഇത് വളരെ പോക്കിരിത്തരാണ്. ഇതിനെ പ്രതികരിക്കാൻ നമ്മളെക്കാൾ മുന്നേ വരാൻ പോകുന്നത് ഇവിടുത്തെ സംഘികൾ എന്ന് പറയുന്ന ആളുകളായിരിക്കും. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അത് നമ്മൾ വകവെച്ച് കൊടുക്കണം. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമല്ല പ്രതിഷേധിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം. സംഘികളും പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ച് ഇവിടെ ഹലാൽ എന്ന് പറയുന്ന വിഷയത്തിൽ വീണ്ടും ഒരു വിവാദം ഇവിടെ ഉണ്ടായാൽ ഇതിനെങ്ങനെയാണ് ഇവിടുത്തെ സഖാക്കൾ നേരിടാൻ പോകുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ മുട്ടുമടക്കും. നിങ്ങൾ മുട്ടുമടക്കി നമുക്ക് ഹലാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും ഒന്നുകിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പച്ചക്കറി തിന്നുന്നവരായിട്ട് മാറും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏതുപോലെ നമ്മൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ പോകുന്നില്ല, യുക്തിവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിലില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ മാളത്തിൽ ഒളിച്ചത് എന്ന് നമ്മൾ മിനിയാന്നും കൂടി കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ വലിയ ഒരു പ്രതീക്ഷയുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങളെ കൊണ്ടാവാത്ത പണിക്ക് നിങ്ങൾ നിൽക്കരുത്. നവോത്ഥാനം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ തോളിൽ പൊങ്ങാൻ പറ്റിയ സാധനമല്ല. നിങ്ങളത് മാറി നിൽക്കുക. നിങ്ങൾക്ക് എവിടെയാണ് നവോത്ഥാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാനോ അതല്ലെങ്കിൽ പ്രതികരിക്കാനോ ഒന്നും മുന്നോട്ട് വരാത്ത ഈ പാവം പിടിച്ച ഹിന്ദു സമുദായത്തിലുള്ള എന്തെങ്കിലും ചെറിയ ഇഷ്യൂസിൻ്റെ പിന്നിൽ മാത്രമാണ് നിങ്ങൾക്ക് നവോത്ഥാനം സാധിക്കുകയുള്ളൂ. അതല്ലാതെ യഥാർത്ഥ നവോത്ഥാനം കൊണ്ടുവരേണ്ട ഹിജാബ് വിഷയത്തിലോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ വിഷയത്തിലോ സ്വത്തവകാശത്തിലോ അതല്ലെങ്കിൽ അതുപോലെയുള്ള കാതലായ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ വർഗീയത മുന്നോട്ട് വെക്കുന്ന തരം വിഷയങ്ങളിൽ, മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന വിഷയങ്ങളിൽ ഇസ്ലാം മതം അവിടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടുക്ക് വിറയ്ക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല. അപ്പോൾ അതുകൊണ്ട് മേലാൽ ഇതുപോലെയുള്ള ആളുകൾ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഈ വഴിക്ക് വന്നേക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഇത് നമ്പൂതിരിമാരുടെ വീട്ടിലൊക്കെ കടന്ന് അവിടുത്തെ നവോത്ഥാനമൊക്കെ നോക്കി നടന്നോളൂ. യഥാർത്ഥ നവോത്ഥാനം ആവശ്യമുള്ള സ്ഥലത്ത് അതിന് നമ്മൾ പുതിയ ആളുകളെ കണ്ടെത്തി ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പണി അത് നമ്മൾ പുതിയ ഇവിടുത്തെ ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ഇവിടുത്തെ യുവാക്കൾ യുവതികൾ അവർ തീരുമാനിക്കും. അതിനുള്ള ത്രാണി അവർക്കുണ്ട്.
അതിന് സപ്പോർട്ട് നിങ്ങളെപ്പോലെയുള്ള ഇതുപോലെയുള്ള നേതാക്കന്മാരൊന്നും നമുക്ക് ആവശ്യമില്ല. പുതിയ ആളുകളോട് ഉണ്ടായി വരുമെന്നുള്ള കാര്യം ഞാനിവിടെ തറപ്പിച്ച് പറയുകയാണ്. ഏതായാലും ഇവിടെ ഞാൻ പന്നിയിറച്ചിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് പച്ചക്കറി തിന്നുന്നവൻ പച്ചക്കറി പോലെയാവും, അതല്ലെങ്കിൽ പന്നിയിറച്ചി തിന്നുന്നവർ പന്നികളെ പോലെയാവും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്യൂരിറ്റൻ വാദം, ആ വാദം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു പന്നിയിറച്ചി അല്ലെങ്കിൽ മീറ്റ് കൺസംഷൻ മാത്രം നമ്മൾ എടുത്ത് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഫോം ഓഫ് മീറ്റ് ആണ് ഈ പറയുന്ന പന്നിയിറച്ചി എന്ന് പറയുന്നത്. ഈ പന്നിയിറച്ചി കഴിക്കുന്ന ആളുകൾ മുഴുവൻ പന്നികളെ പോലെയാണ് എന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ ഇതുപോലെ തരംതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ വാദം ആരാ വെക്കുന്നത്? അതായത് മതത്തിൻ്റെ വാദമാണ് ഈ പറയുന്നത്. അതേ വാദം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ അതിന് തിരികൊളുത്തുന്ന രീതിയിലേക്ക്, അത്തരത്തിലുള്ള വാദങ്ങൾ ഇവിടെ ചൂടുപിടിക്കുന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ദോഷമാണ് നിങ്ങൾ സമൂഹത്തിന് സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് നമ്മളെ നാട്ടുകാർ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഹലാൽ എന്ന് പറയുന്ന സംഗതി അതൊരു എന്താ പറയുക, സാംസ്കാരിക അധിനിവേശമാണ് നമ്മൾ പറയാറുണ്ട്. അതൊരു കച്ചവടത്തിൽ എങ്ങനെ മതം കലർത്തിക്കൊണ്ട് കച്ചവടം പിടിക്കാമെന്നുള്ള ഒരു കച്ചവട തന്ത്രം മാത്രമാണ് നമ്മൾ പറയാറുണ്ട്. അതിന് തെളിവാണ് ഇതുപോലെ പന്നി ഇറച്ചിയിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോലും വിൽപ്പനയ്ക്ക് എത്തുന്ന ഒരവസ്ഥ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് അത് ഹലാലാണ് എന്ന് വിചാരിച്ചിട്ട് പന്നിയിറച്ചി വാങ്ങി മൂക്കുമുട്ട ബിരിയാണി വെച്ച് തിന്നുന്ന കാക്കമാരുള്ള നാടാണിത്. ഇതെന്നാണ് ഇവിടുത്തെ സഖാക്കൾക്ക് മനസ്സിലാവുക? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇനി അടുത്ത വർഷം ഈ പറയുന്ന ഈ കലോത്സവം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പന്നിയിറച്ചിയോ അതല്ലെങ്കിൽ ഹലാൽ അല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുമാരേട്ടൻ അല്ലെങ്കിൽ ജോസേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ പോത്തിറച്ചിയോ കോഴിയിറച്ചിയോ വെക്കുമ്പോൾ, ഈ ഹലാൽ വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു നോൺ ഹലാൽ ഫെസ്റ്റിവൽ നടത്തി മാതൃക കാണിക്കുമോ? അതിനുള്ള നട്ടല് നിങ്ങൾക്കുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പണി നിർത്തിയിട്ട് നിങ്ങൾ പറ്റണ വല്ല പണിക്കും പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നോക്കി നടത്താൻ, ഈ പറയുന്ന കാര്യങ്ങളെ യഥാർത്ഥ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഭക്ഷണത്തിൽ മതം കലർത്തുക എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ മത രീതിയിൽ നിന്നും ആളുകളെ പിടിച്ചു മാറ്റി ഭക്ഷണം സെക്യുലറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നവോത്ഥാന പ്രവർത്തനം, അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് നിങ്ങൾ മുന്നേ കാണിച്ചതാണ്, ഇനിയും കാണാൻ പോകുന്നത് അതാണ്. അടുത്ത വർഷം നമ്മൾ കാണാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു വർഷം മുന്നേയൊക്കെ ഇക്കാര്യം പറയാൻ സാധിക്കുന്നത് ഇത് പ്രവചനമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏത് വിധേനയാണ് എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പണിക്ക് പോകണം പ്രിയ സഖാക്കളെ. നവോത്ഥാനം വന്ന് നിങ്ങൾക്ക് താങ്ങാൻ മുടിയാതെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ നീ ആദ്യം പോയി പന്നിയിറച്ചി തിന്ന് കാണിക്കട എന്ന് പറയാൻ വരുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. സഖാക്കളെ സൂക്ഷിക്കുക. അടുത്ത വർഷം ഇവർ ഭരണത്തിലേറുന്നത് നമ്മൾ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ BJP വളരും, ഇവിടെ വർഗീയ ലഹളകൾ ഇവിടെ അരങ്ങേറും. നമ്മൾ ഈ കേരളത്തിലും ഈ പറയുന്ന വർഗീയ ലഹളകളും ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണവും വളരെ സാധാരണമാവുകയും നമ്മളുടെ ജീവിതം ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളുകളുടെ പോലും ജീവിതം കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഇത്ര കാലം ഇവിടെ കൈവരിച്ച പല നേട്ടങ്ങളും പിന്നോട്ടടിച്ച് നമ്മൾ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. രണ്ടാമത്തെ തവണ ഭരണത്തിൽ ഏറിയപ്പോൾ തന്നെ ഇത്രമാത്രം അഹങ്കാരവും ഇത്രമാത്രം പിന്തിരിപ്പൻ നിലപാടുകളും എടുക്കുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 തവണ കൂടി ഭരിച്ചു കഴിഞ്ഞാൽ കേരളവും വെസ്റ്റ് ബംഗാൾ പോലെയോ അതല്ലെങ്കിൽ മറ്റ് ഫെയിൽഡ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പോലെയോ ആകാൻ ഒരു തടസ്സവുമില്ല, ഒരു അമാന്തവും ഉണ്ടാവില്ല എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ആ വീഡിയോ കൂടി കാണാൻ നിങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റമദാൻ മാസത്തിൽ പന്നിയിറച്ചിയും പൊറോട്ടയും ഇരട്ട കൈ കൊണ്ട് തിന്നുന്ന ബ്ലഡി എക്സ് മുസ്ലിം. ചിയേഴ്സ്.